ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എത്തുന്നതാണ്. സോ ഇന്ന് ഞങ്ങൾ വാരാഹി അമ്മയുടെ ഒരു പുതിയൊരു മന്ത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. ഈ ചാനലിൽ ഒട്ടനവധി പേര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻസും വരുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ കുറേ പേര് എനിക്ക് ലാസ്റ്റത്തെ 2 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണുക. അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും, അപ്പോൾ ഇനി ചെയ്യേണ്ടവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ അതാണെങ്കിൽ ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതാണ്. ലാസ്റ്റ് ആഴ്ച എല്ലാവരുടെയും ഞാൻ പേര് നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എല്ലാവർക്കും ദുഃഖം മാത്രമാണോ സന്തോഷം മാത്രമാണോ അതോ ഇത് രണ്ടും കലർന്നതാണോ, ഇതാണ് ശരിക്കും നമ്മളിന്ന് പറയാൻ പോകുന്നത്. ചില ആളുകൾ, മിക്കവാറുമുള്ള ആളുകളുടെ ഒരു മനസ്സിലെ ഒരു ധാരണയാണ്, എനിക്ക് മാത്രമേ സങ്കടങ്ങൾ ദൈവം തരുന്നുള്ളൂ, എനിക്ക് മാത്രമേ ദുഃഖം അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇത്രയും ദുരിതങ്ങൾ തരുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. ജീവിതം, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ ഒരു കർമ്മം ചെയ്യിക്കാനായിരിക്കും അല്ലേ നമ്മളെ ആ ഒരു ലൈഫ് ഉടനീളം, അതായത് ആ ഒരു ലൈഫ് ലോങ് നമ്മൾ എത്ര ഏജ് വരെയാണ് ജീവിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. അപ്പം അത്രയും നാളും നമുക്ക് ദുരിതങ്ങളുണ്ടാകാം, ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ടാകാം, സന്തോഷങ്ങളുണ്ടാകാം അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിൽ നിന്നും സക്സസ്സിലേക്ക് എത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കരമായ എനിക്ക് ഇത്രയും ദുരിതങ്ങൾ ഇങ്ങനെ തരുന്നത് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഒരുപാട് പേര്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ അവരും എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരും നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എല്ലാവർക്കും നല്ല സമയവുമുണ്ട്, മോശ സമയവുമുണ്ട്. ഇതെല്ലാം കടന്നാണ് എല്ലാവരും നല്ലൊരു രീതിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ദൈവത്തെ വിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, നന്മ മാത്രം നമ്മൾ വിചാരിച്ചുകൊണ്ട്, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ തിന്മയും നന്മയും എല്ലാം കലർന്ന ആളുകളായിരിക്കാം. നമുക്ക് അറിയത്തില്ല എങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എങ്ങനത്തെ മൈൻഡുള്ള ആളുകളെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ എല്ലാം ഒരു എന്താ പറയുക, സ്ട്രൈറ്റ് ഫോർവേഡ് എന്ന് പറയില്ലേ, അതായത് എന്താണ്, നമുക്ക് നല്ലത് ചെയ്യാനേ അറിയുള്ളൂ, ആ ഒരു രീതിയിൽ പോകില്ല. പക്ഷേ നമുക്ക് എതിരെയായിട്ട് അവർ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ, കൈവിട്ട പരിപാടിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ട് വരും. അതൊന്നും നമ്മൾ വിട്ട് കളയരുത് കേട്ടോ. എന്ന് പറയണ പോലെ നമ്മളെപ്പോഴും ആ ഒരു സത്യസന്ധത എന്ന് പറയുന്ന സംഭവം നമ്മളെപ്പോഴും ആ ഒരു രീതിയിൽ മാത്രമേ എല്ലാവരോടും ചെയ്യാവൂ. അവരുടെ മനസ്സിൽ മാത്രമേ ദൈവം കുടിയിരിക്കുള്ളൂ. അല്ലാത്തവരുടെ മനസ്സിലോ ദൈവത്തിന് അവിടെ ഇരിക്കാൻ തോന്നില്ല. കാര്യം അവർ ഫുൾ ദുഷ്ടചിന്തകളും ദുഷ്ടരീതികളും, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ നശിപ്പിക്കാം, ഒരാളുടെ നല്ല രീതിയിൽ അയാൾ വരുമ്പോൾ അയാളെ എങ്ങനെ നമുക്ക് അതിൽ നിന്നും പിന്തിരിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ആണുങ്ങളുടെ കേസാണെങ്കിൽ ചിലപ്പോൾ അവരെ മദ്യത്തിൽ അടിമയാക്കാൻ ശ്രമിക്കും അവർ അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടി വാരാഹിയുടെ മന്ത്രമുണ്ട്. വാരാഹി മന്ത്രങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളത് കാണുക. ഡെയിലി ഒരു സമയം കണ്ടെത്തി വാരാഹി മന്ത്രം 21 തവണ 21 ദിവസം തുടർച്ചയായി ഒരു കാര്യം വിചാരിച്ച് അത് ജപിക്കുക. ഒരുപാട് പേര്, ഈ ഞാനടക്കമുള്ള എത്ര പേരാണെന്നറിയാം, ഈ ഞാനടക്കമുള്ളവർക്ക് എന്താ പറയുക, നല്ല സമയവും ചീത്ത സമയവും എല്ലാം എനിക്കുമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, എല്ലാം നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം കൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നല്ല ചിന്ത മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളി ആരാണോ നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നത് അവർക്കൊന്നും ഒരു വിജയവും ഉണ്ടാവില്ല. എവിടെയും അവർക്ക് വിജയം ഉണ്ടാവില്ല. അത് നമ്മളൊരു ശാപവാക്കായിട്ട് പറയുന്നതല്ല, അത് സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നമ്മുടെ സ്വന്തം അമ്മയോടും അച്ഛനോടും ആവശ്യപ്പെടുന്ന പോലെ നമ്മൾ ദേവിയോട് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നല്ല ചിന്തകൾ, നല്ല എന്താ പറയുക, നമ്മുടെ കുടുംബ ഐക്യം, അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ ലഭിക്കുക, നല്ലത് ചെയ്തിട്ട് നമ്മൾ ദേവിയെ വിളിച്ചു കഴിഞ്ഞാൽ ദേവി കേൾക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ കുറേ ദുഷ്ടചിന്തകളും ഇങ്ങനെ ഒരാളെ നശിപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞാൽ ദേവി മൈൻഡ് ചെയ്യുമോ? ഇല്ല. ഒരിക്കലും ദൈവത്തിന് നിരക്കാത്ത പരിപാടിയാണ് ആ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ലത് മാത്രം വിചാരിക്കുക, നല്ലത് മാത്രം ചെയ്യുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കലും നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഒരു ദൈവവും കേൾക്കത്തില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവർ നന്നാവണം, മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി. നല്ല വ്യക്തികളുണ്ടല്ലോ, ചീത്ത ആളുകളല്ല, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാനേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഒരുപാട് നല്ല വ്യക്തികളുണ്ട്, അവരൊക്കെ നന്നാവട്ടെ അല്ലേ. കഷ്ടപ്പാടുകൾ, നല്ല വ്യക്തികളാണെങ്കിൽ കഷ്ടപ്പാടിലൂടെ പൊയ്ക്കൊണ്ടവരാണ്, നന്നായിക്കോട്ടെ എന്നേ നമ്മൾ പറയുള്ളൂ. ഒരിക്കലും അവർ നശിച്ചോട്ടെ എന്ന് പറയില്ല അല്ലേ. പക്ഷേ അതേസമയം ഒരാളെ നശിപ്പിച്ചു കൊണ്ടിട്ട് അവർ നന്നാക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അത് അവർക്കുള്ളത് ദൈവം കൊടുത്തോളൂ. അത് നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യവുമില്ല, അതിനു വേണ്ടി സംസാരിക്കേണ്ട കാര്യവുമില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോൾ പഠിച്ചതേ പാടുള്ളൂ എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇനി തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുക, നമ്മുടെ സ്ട്രെസ്സ് കൂടുക, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ. സോ അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമ്മളുടെ ഫാമിലി നോക്കുക, നമ്മുടെ കാര്യങ്ങൾ മാത്രം, നല്ല ചിന്തകൾ മാത്രം, ബാക്കിയുള്ള എല്ലാവർക്കും നല്ലത് വരുത്തണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമ്മളെ എപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൂടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഏതാ മന്ത്രജപം എന്നുള്ളത് പറയാം. ഡെയിലി 21 തവണ നിങ്ങൾ പ്രാർത്ഥിക്കണം. 21 തവണ 21 ദിവസം, കേട്ടോ. അപ്പോൾ ജപിച്ച് തുടങ്ങാമല്ലോ. ഓം തന്ത്രരൂപിണ്യൈ നമഃ. 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 ഓം തന്ത്രരൂപിണ്യൈ നമഃ.
तन्त्ररूपिण्यै नमः। ॐ 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 तन्त्ररूपिण्यै नमः।
മന്ത്രരൂപിണി